നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മൂന്നാറിൽ വാഹനങ്ങളെ വിടാതെ പിന്തുടർന്ന പടയപ്പ. കന്നിമലയിൽ പടയപ്പയുടെ ആക്രമണത്തിൽ 2 ബൈക്ക് യാത്രികർക്ക് പരിക്കേറ്റു. മാട്ടുപ്പെട്ടിയിൽ വഴിയോര കച്ചവട സ്ഥാപനം തകർത്തു. ചിന്നക്കനാൽ 301 കോളനിയിൽ ചക്കക്കൊമ്പൻ 2 വീടുകൾ തകർത്തു. വീട്ടമ്മയുടെ സ്വർണ്ണമാല കവർന്ന കേസിലെ പ്രതികളെ 24 മണിക്കൂറിനകം തൊടുപുഴ പോലീസ് പിടികൂടി. ആലപ്പുഴയിൽ നിന്ന് പിടിയിലായത് മണക്കാടിന് സമീപം തോട്ടിൽ കുളിച്ചുകൊണ്ടുനിന്ന വീട്ടമ്മയുടെ മാല കവർന്ന കേസിലെ പ്രതികളായ അനന്തു, അലൻ എന്നിവർ. ഇവരെ സ്ഥലത്തെത്തിച്ചു തെളിവെടുപ്പ് നടത്തി. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് റോഡ് ഉപരോധിച്ചു കോൺഗ്രസ്. ചിന്നക്കനാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൂര്യനെല്ലി ടൗണിൽ സംഘടിപ്പിച്ച സമരം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി മുരുകപാണ്ഡി ഉദ്ഘാടനം ചെയ്തു. റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ തയ്യാറായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ദേശീയപാത ഉപരോധിക്കുമെന്ന നേതാക്കൾ. വേനൽ കടുത്ത സാഹചര്യത്തിലും വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം വണ്ടിപ്പെരിയാറിൽ ലക്ഷക്കണക്കിന് ലിറ്റർ ജലം പാഴാകുന്നു. പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നത് വണ്ടിപ്പെരിയാർ ടൗണിന്റെ വിവിധ പ്രദേശങ്ങളിൽ. വിശദമായ വാർത്തകളിലേക്ക്. മൂന്നാറിൽ വാഹനങ്ങളെ വിടാതെ പിന്തുടർന്ന പടയപ്പ. കന്നിമലയിൽ പടയപ്പയുടെ ആക്രമണത്തിൽ 2 ബൈക്ക് യാത്രികർക്ക് പരിക്കേറ്റു. മാട്ടുപ്പെട്ടിയിൽ വഴിയോര കച്ചവട സ്ഥാപനം തകർത്തു. ചിന്നക്കനാൽ 301 കോളനിയിൽ ചക്കക്കൊമ്പൻ 2 വീടുകൾ തകർത്തു. മൂന്നാർ മറയൂർ റോഡിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലും കാട്ടാന പരാക്രമം നടത്തി. കന്നിമല ബംഗ്ലാവിന് സമീപം വെച്ച് കാട്ടാന ബൈക്ക് യാത്രികരെ ആക്രമിച്ചു. കന്നിമല സ്വദേശികളായ 2 പേർക്ക് ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. ബൈക്ക് യാത്രികരായ ബാലദണ്ഡൻ, വിഘ്നേഷ് എന്നിവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ആന ആക്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ ഇരുവർക്കും പരിക്കേറ്റതായി നാട്ടുകാർ പറഞ്ഞു. மூணாறுல ஜவுளிக்கடையில் ஒரு ஆள் வேலை பார்த்துட்டு தம்பி 2 பேர் சித்தப்பா பையங்க கன்னிமலைக்கு வந்துகிட்டு இருக்கிற நேரத்தில் யானை பைக்கோடு அடித்து 2 பேரையும் தூக்கி எரிஞ்சிச்சு. அதாவது எப்போதுமே இந்த பிரச்சனை இருக்கு. இதை ஃபாரஸ்ட் ஆஃபீஸரோ எல்லாருக்குமே நம்ம பந்தப்பட்டு சொல்லிட்டு தான் இருக்கு. யாருமே அதை கண்காணிக்கல. மெயின் ரோட்ல வரும்போதே தான் அடிச்சிருச்சு. இப்போ அடிச்சு 2 பேருக்குமே முடியாம எந்திரிச்சு நடக்க முடியாத சூழ்நிலையில் இருக்கு. இப்போ அந்த 2 பேரும் அண்ணன் தம்பி இருக்கிற இடத்துல எங்களுடைய சித்தப்பா தான், அவரு இறந்த 25 வருஷத்துக்கு மேல ஆயிடுச்சு. அவருக்குள்ள குடும்ப சதவீதத்தில் கொண்டு போகக்கூடியது இந்த 2 பயமாறு தான் பேலன்ஸ் பண்ணி கொண்டு போயிட்டு இருக்காங்க. இந்த சூழ்நிலையில யானை இப்படி வந்திருக்குன்றது நம்ம எல்லாருக்கும் அறிவிச்சிருக்கு, தெரிவிச்சிருக்கு. ஆனா யாருமே எந்த விதமான கோரிக்கைகளும் எடுக்காம நம்ம மெயின் ரோட்லயே வந்துகிட்டு இருக்கும்போது தான் അടിച്ചിருக்கு. യുവാക്കൾ ഇരുചക്ര വാഹനത്തിൽ മൂന്നാറിൽ നിന്നും പോകവേ റോഡിൽ നിലയുറപ്പിച്ചിരുന്ന ആനയുടെ മുമ്പിൽ പെടുകയായിരുന്നു. ആന ആക്രമിച്ചതോടെ ഇവർ ഓടി രക്ഷപ്പെട്ടു. അരമണിക്കൂറോളം വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി പടയപ്പ റോഡിൽ നിലയുറപ്പിച്ചു. കൂടാതെ രാവിലെ മാട്ടുപ്പെട്ടി മേഖലയിൽ എത്തിയ പടയപ്പ റോഡരികിലെ കച്ചവട സ്ഥാപനവും തകർത്തു. RRT സംഘം എത്തിയാണ് ആനയെ ജനവാസ മേഖലയിൽ നിന്നും തുരത്തിയത്. മാട്ടുപ്പെട്ടിയിൽ മുൻപും നിരവധി തവണ കടകൾക്ക് നേരെ പടയപ്പയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. മതപ്പാടിലുള്ള പടയപ്പ പതിവായി മൂന്നാർ ഉദുമൽപേട്ട പാതയിൽ വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട്. ആനയെ നിരീക്ഷിക്കാൻ വനംവകുപ്പ് 5 അംഗ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങാതെ തടയാൻ ആവുന്നില്ല. കൂടാതെ ചിന്നക്കനാൽ 301 കോളനിയിൽ 2 വീടുകൾ കാട്ടാന തകർത്തു. കല്ലുപറമ്പിൽ സാവിത്രി കുമാരൻ, ലക്ഷ്മി നാരായണൻ എന്നിവരുടെ വീടുകളാണ് തകർത്തത്. ചക്കക്കൊമ്പൻ എന്ന ആനയാണ് വീടുകൾ തകർത്തത്. സാവിത്രി കുമാരന്റെ വീടിന്റെ അടുക്കള ഭാഗവും ലക്ഷ്മി നാരായണന്റെ വീടിന്റെ മുൻവശവുമാണ് തകർത്തത്. 2 വീടുകളിലും ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. വ്യാപകമായി കൃഷിനാശവും ആന വരുത്തിയിട്ടുണ്ട്. മറയൂർ ചിന്ന റോഡിൽ ഭീതി പരത്തി വിരിക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടാന. ഇതുവഴി എത്തിയ KSRTC ബസിന് മുമ്പിൽ കാട്ടാന യാത്രാ തടസ്സം തീർത്തു. വേനൽ കനത്തതോടെ മൂന്നാർ മറയൂർ മേഖലകളിൽ റോഡിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിക്കുകയാണ്. മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിലാണ് കാട്ടാനകളുടെ സാന്നിധ്യം കൂടുതലായി ഉള്ളത്. അന്തർ സംസ്ഥാന പാതയുടെ ഭാഗമായ മറയൂർ ചിന്നാർ റോഡിൽ വിരിക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടാന ഇറങ്ങി ഭീതി പരത്തി. ഇതുവഴി എത്തിയ KSRTC ബസിന് മുമ്പിൽ കാട്ടാന യാത്രാ തടസ്സം തീർത്തു. തിരുവനന്തപുരം പഴനി സർവീസ് നടത്തുന്ന ബസിന് മുമ്പിലായിരുന്നു
ആന നിലയുറപ്പിച്ചത്. ബസിനു നേരെ നടന്നെടുത്ത കാട്ടാന പിന്നീട് വനത്തിലേക്ക് പിൻവാങ്ങി. റോഡിൽ നിലയുറപ്പിച്ചെങ്കിലും കാട്ടാന മറ്റ് പരാക്രമങ്ങൾക്ക് മുതിരാതിരുന്നത് ആശ്വാസകരമായി. വീട്ടമ്മയുടെ സ്വർണ്ണമാല കവർന്ന കേസിലെ പ്രതികളെ 24 മണിക്കൂറിനകം തൊടുപുഴ പോലീസ് പിടികൂടി. മണക്കാടിന് സമീപം തോട്ടിൽ കുളിച്ചുകൊണ്ട് നിന്ന വീട്ടമ്മയുടെ മാല കവർന്ന കേസിലെ പ്രതികളാണ് ആലപ്പുഴയിൽ നിന്ന് പിടിയിലായത്. ഇവരെ സ്ഥലത്തെത്തിച്ചു തെളിവെടുപ്പ് നടത്തി. തൃശൂർ വെള്ളാങ്കല്ലൂർ വിളയനാട്ട് ആലപ്പാടൻ വീട്ടിൽ അലൻ, തൊടുപുഴ മണക്കാട് തൊട്ടിയിൽ ആനന്ദ് ബിജു എന്നിവരാണ് പിടിയിലായത്. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മണക്കാട് ചെറുകാട്ടുപാറയ്ക്ക് സമീപം തോട്ടിൽ കുളിക്കാനെത്തിയ വീട്ടമ്മയുടെ മാലയാണ് പ്രതികൾ ഇവരുടെ കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ ശേഷം പൊട്ടിച്ചു കടന്നു കളഞ്ഞത്. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായ വീട്ടമ്മ ഭർത്തൃമാതാവിനും കുട്ടിക്കുമൊപ്പമാണ് തോട്ടിൽ തുണിയലക്കാനും കുളിക്കാനുമായി എത്തിയത്. ഭർത്തൃമാതാവും കുട്ടിയും പോയതോടെ ഇവർ തനിച്ചായ സമയത്താണ് ഒരാളെത്തി മാല പൊട്ടിച്ച് രക്ഷപ്പെട്ടത്. പിന്നീട് പ്രതികൾ സ്കൂട്ടറിൽ പ്രദേശത്തു നിന്നും കടന്നു കളയുകയായിരുന്നു. മോഷണം നടത്തുന്നതിനായി 2 ദിവസമായി പ്രതികൾ പ്രദേശത്ത് നിരീക്ഷണം നടത്തിയെന്ന് പോലീസ് വ്യക്തമാക്കി. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചെങ്കിലും ഹെൽമറ്റ് ധരിച്ചിരുന്നതിനാൽ പോലീസിന് ആദ്യഘട്ടത്തിൽ മോഷ്ടാക്കളെക്കുറിച്ച് വിവരം ലഭിച്ചില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം മേഖലയിൽ നിന്നും കടന്നയാളുകളെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചത്. കൂടാതെ പെട്രോൾ പമ്പിൽ നിന്നും ഇവർ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനത്തെക്കുറിച്ചും വിവരം ലഭിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മാന്നാറിൽ നിന്നും ഇവർ പിടിയിലായത്. മോഷണം ആസൂത്രണം ചെയ്ത അലൻ പോക്സോ കേസിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളെ മോഷണം നടത്തിയ സ്ഥലത്തും മാന്നാറിലും എത്തിച്ച് തെളിവെടുത്തു. അപഹരിച്ച സ്വർണ്ണമാലയും കണ്ടെടുത്തു. തിങ്കളാഴ്ച ഇവരെ കോടതിയിൽ ഹാജരാക്കും. തൊടുപുഴ CI S മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ SI NS റോയി, ഗ്രേഡ് SI അജി, SCPO രാജേഷ്, CPOമാരായ അനൂപ്, മുജീബ്, രാജേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് റോഡ് ഉപരോധം സംഘടിപ്പിച്ചു. ചിന്നക്കനാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൂര്യനെല്ലി ടൗണിൽ സംഘടിപ്പിച്ച സമരം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് C മുരുകപാണ്ഡി ഉദ്ഘാടനം ചെയ്തു. റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ തയ്യാറായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ദേശീയപാത ഉപരോധിക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. തെക്കിന്റെ കാശ്മീരായ മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖല. ദിനംപ്രതി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ഈ മേഖലയിലേക്ക് ഗതാഗത യോഗ്യമായ റോഡില്ല. ദേശീയപാതയിൽ നിന്നും ചിന്നക്കനാലിലേക്കുള്ള 3 കിലോമീറ്റർ ദൂരമാണ് പൂർണ്ണമായും തകർന്ന കുണ്ടും കുഴിയുമായി കിടക്കുന്നത്. നിർമ്മാണം ആരംഭിച്ച് 2 വർഷം പിന്നിടുമ്പോഴും റോഡ് പഴയപടി തന്നെ തുടരുകയാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും MLAയുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നാളിതുവരെ യാതൊരു നടപടിയും ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചിന്നക്കനാൽ മണ്ഡലം കമ്മിറ്റി റോഡ് ഉപരോധം സംഘടിപ്പിച്ചത്. ചിന്നക്കനാൽ വിലക്ക റോഡ്, സൂര്യനെല്ലി, ഗുണ്ടുമല റോഡുകളുടെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു റോഡ് ഉപരോധത്തെ തുടർന്ന് നിരവധി വാഹനങ്ങളും വിനോദസഞ്ചാരികളും റോഡിൽ കുടുങ്ങി. മണ്ഡലം പ്രസിഡന്റ് P വെൽമണിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപരോധ സമരം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് C മുരുകപാണ്ഡി ഉദ്ഘാടനം ചെയ്തു. பவுரோஸ் டு சின்னக்கடல் வர உள்ள ரோடு எவ்வளவு மோசமா இருக்கோ அதே மாதிரிதான் இந்த சூரியநெல்லி டு குண்டுமலை ரோடு மிகவும் மோசமாக இருக்கு. பல்வேறு தரப்பினர், பல்வேறு கட்சியினர் பல்வேறு போராட்டங்களை நடத்தி, குறிப்பாக மண்டலம் காங்கிரஸ் கமிட்டி பல போராட்டங்கள், ஒரு 10 போராட்டத்துக்கு மேல நடத்தி ஒரு தீர்மானம் நடத்தப்படவில்லை. அதனால இன்றைய போராட்டம் ஒரு சூச்சனையா இருக்கும். இந்த போராட்டத்திற்கு LDF அரசாங்கமோ இல்ல இந்த கிராம பஞ்சாயத்தில் பரணம் செய்யக்கூடிய LDF பிரசிடண்ட் மெம்பர்மார்கள் யாருமே இந்த விஷயத்தை திரும்பி பார்க்காவிட்டா அதிசக்தமான போராட்டத்தை சின்னக்கடல் மண்டலம் காங்கிரஸ் கமிட்டி NH ரோடு மறிச்சு இந்த போராட்டத்தை வெளிப்படுத்த என்பதை இந்த வாயிலாக உங்களுக்கு நான் தெரியப்படுத்திக் கொள்கின்றேன். മാർച്ച് മാസത്തിന് മുന്നോടിയായി റോഡുകൾ ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ ദേശീയപാത ഉപരോധമടക്കമുള്ള സമരത്തിലേക്ക് കടക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. നേതാക്കളായ പാണ്ഡിരാജ്, R വള്ളിയമ്മാൾ, ഗൗരി പാൽക്കനി, ബിജു P ആന്റണി തുടങ്ങിയവർ നേതൃത്വം നൽകി. വേനൽ കടുത്ത സാഹചര്യത്തിലും വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം വണ്ടിപ്പെരിയാറിൽ ലക്ഷക്കണക്കിന് ലിറ്റർ ജലം പാഴാകുന്നു. വണ്ടിപ്പെരിയാർ ടൗണിന്റെ വിവിധ പ്രദേശത്തായാണ് പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നത്. വേനൽ ആരംഭിച്ചപ്പോൾ തന്നെ പലയിടങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. ഇതിനിടയിലാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം വണ്ടിപ്പെരിയാറിൽ ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴാകുന്നത്. വണ്ടിപ്പെരിയാർ പഴയ പാലത്തിലൂടെ കടന്നുപോകുന്ന പൈപ്പ് ലൈൻ പൊട്ടി റോഡിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. ഇത് കാൽനട യാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. കൂടാതെ വണ്ടിപ്പെരിയാർ ചുരക്കുളം കവലയ്ക്ക് സമീപം റോഡിനടിയിലൂടെ പോകുന്ന പൈപ്പ് ലൈൻ പൊട്ടി ദിവസങ്ങളായി ജലം പാഴാകുന്നുണ്ട്. നിരവധി പരാതികളും നിവേദനങ്ങളും നൽകിയിട്ടും വാട്ടർ അതോറിറ്റി അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി.
കുടിവെള്ളക്ഷാമം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ഇത്തരം അനാസ്ഥ ഒഴിവാക്കി ജലം പാഴാക്കുന്നത് തടയണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കട്ടപ്പനയിലെ വസ്ത്രവ്യാപാര സ്ഥാപനമായ ഗായത്രി വെഡ്ഡിംഗ് സെന്റർ ജീവനക്കാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വള്ളക്കടവ് സ്വദേശി പടിഞ്ഞാറ്റ് അജയ്കുമാർ PS ആണ് മരിച്ചത്. സ്ഥാപനത്തിലെ ജീവനക്കാർ താമസിക്കുന്ന കെട്ടിടത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം. ഗായത്രി വെഡ്ഡിംഗ് സെന്ററിലെ ഡ്രൈവർ തസ്തികയിൽ ജോലി ചെയ്തു വന്നിരുന്ന അജയ്കുമാറിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അജയ്കുമാർ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി സാഗര ജംഗ്ഷനിലുള്ള ജീവനക്കാർ താമസിക്കുന്ന കെട്ടിടത്തിലേക്ക് പോയിരുന്നു. പിന്നീട് സഹപ്രവർത്തകരാണ് അജയ്കുമാറിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ കട്ടപ്പന പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിട്ടിരുന്നോ എന്നും അന്വേഷണ പരിധിയിലുണ്ട്. വരും ദിവസങ്ങളിൽ സഹപ്രവർത്തകരുടെയും കുടുംബാംഗങ്ങളുടെയും മൊഴികൾ പോലീസ് രേഖപ്പെടുത്തും. കട്ടപ്പന പുളിയന്മല റോഡിൽ ചരക്കുമായി എത്തിയ ടോറസ് വാഹനം കുടുങ്ങി. വാഹനത്തിന്റെ ബ്രേക്ക് സംവിധാനത്തിൽ ഉണ്ടായ തകരാറാണ് വാഹനം വളവിൽ കുടുങ്ങാൻ കാരണം. ഇതോടെ പാതയിൽ ഗതാഗതവും തടസ്സപ്പെട്ടു. സിമന്റുമായി എത്തിയ ടോറസ് വാഹനമാണ് ഹിൽ ടോപ്പിലെ വളവിൽ കുടുങ്ങിയത്. ചെങ്കുത്തായ ഇറക്കമിറങ്ങി വരുന്ന വേളയിൽ വാഹനത്തിന്റെ ബ്രേക്ക് സംവിധാനത്തിലുണ്ടായ തകരാറ് മൂലം വാഹനം വളവിൽ കുടുങ്ങുകയായിരുന്നു. ഡ്രൈവറുടെ മനസാന്നിധ്യം മൂലം വലിയ അപകടം ഒഴിവായി. വാഹനം വളവിൽ കുടുങ്ങിയതോടെ വലിയ വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നുപോകാൻ കഴിയാതായി. വലിയ വാഹനങ്ങൾ ഇതേ വളവിൽ കുടുങ്ങുന്നത് പതിവായിരിക്കുകയാണ്. ലോഡുമായി എത്തുന്ന ചരക്ക് വാഹനങ്ങളാണ് മിക്കപ്പോഴും ഇവിടെ കുടുങ്ങാറ്. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന ആരോപണവും ഉയർന്നു. തൊഴിലാളികളെ ഇഷ്ടമില്ലാത്ത, സ്നേഹമില്ലാത്ത ഉദ്യോഗസ്ഥരാണ് നമ്മുടെ നാട്ടിലെ ബാങ്ക് ജീവനക്കാരിലെ ഉന്നതരെന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CP മുരളി. ഇടുക്കി ജില്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമ്മേളനത്തിന് മുന്നോടിയായി പതാക ഉയർത്തലിന് ശേഷം സമ്മേളന നഗരിയിലേക്ക് പ്രവർത്തകർ പ്രകടനം നടത്തി. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CP മുരളി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളെ ഇഷ്ടമില്ലാത്ത, സ്നേഹമില്ലാത്ത ഉദ്യോഗസ്ഥരാണ് നമ്മുടെ നാട്ടിലെ ബാങ്ക് ജീവനക്കാരിലെ ഉന്നതർ. IAS, IPS, IFS എന്നിങ്ങനെ തലപ്പത്തിരിക്കുന്നവർക്ക് നേരാമണ്ണം മനുഷ്യനു വേണ്ടി പ്രവർത്തിക്കാനുള്ള പരിശീലനം ലഭിച്ചിട്ടില്ല. കാലവും കഥകളും ചരിത്രവും മാറുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും CP മുരളി പറഞ്ഞു. അങ്ങനെയുള്ള കുഞ്ഞുമക്കളൊന്നുമല്ല അവിടെ ക്ലർക്കന്മാരായി ഇരിക്കുന്നത്. പാവപ്പെട്ട പെൻഷനല്ലേ, അത് കഴിഞ്ഞിട്ട് ബാക്കി പണി എന്നൊന്നും നമ്മുടെ മക്കള് നോക്കൂല. തൊഴിലാളിയോട് ഇഷ്ടമില്ലാത്ത, സ്നേഹമില്ലാത്ത കുറെ എണ്ണം നമ്മുടെ നാട്ടിൽ ബാങ്കിലും ജീവനക്കാരായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എന്റെയെല്ലാം തലപ്പത്ത് കുറെ പേരുണ്ട് IAS, IPS, IFS കാരായിട്ട്. അവര് കേടുന്ന ട്രെയിനിങ് എന്നറിയാം. ഇവിടെ ചില കുട്ടികളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, ഇത് കേൾക്കാം. അവര് കേട്ടോ, ഇവർക്കെല്ലാം ട്രെയിനിങ് കൊടുക്കുന്നത് മസൂറി എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ്. നേരാവണ്ണം മനുഷ്യനെ സ്നേഹിക്കാനും മനുഷ്യന് വേണ്ടി ഫയൽ സൂക്ഷിക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള ട്രെയിനിങ് അല്ല IAS, IFS, ICS കൊടുക്കുന്നത്. കാലം മാറി, കഥ മാറി, ചരിത്രം മാറി. അങ്ങനെയൊരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്ന് ക്ഷേമനിധി ബോർഡിന്റെ പെൻഷൻ ഇവിടുന്ന് അയച്ചെന്ന് പറഞ്ഞാൽ കേരള ഗ്രാമീൺ ബാങ്കിന്റെ നിങ്ങളുടെ പ്രദേശത്തെ ബാങ്കിൽ പോയാൽ ഒരാഴ്ച കഴിഞ്ഞാലേ കിട്ടും. എന്തേ അങ്ങനെ വരാൻ? ഏതിനാണ് മുഖ്യ പരിഗണന കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കണമെന്നാണ് വാഴൂർ സോമൻ MLA നിയമസഭയിൽ ആവർത്തിച്ച് AITUCക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് വാഴൂർ സോമൻ MLA പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ VR ബാലകൃഷ്ണൻ, KN കുമാരൻ, PJ റിജി, R വിനോദ്, സജീവ് വെമ്പള്ളി, G മോഹനൻ, KK കുഞ്ഞുമോൻ, KJ സ്കറിയ, ജിത്ത് വെളുത്തെടുത്ത, മറിയാമ്മ വർഗീസ്, സുമാ തങ്കപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി ഇടുക്കി ജില്ലാ പ്രവർത്തക സമിതി യോഗം കട്ടപ്പനയിൽ നടന്നു. റിട്ടയർഡ് ജസ്റ്റിസ് P മോഹൻദാസ് യോഗം ഉദ്ഘാടനം ചെയ്തു. മനുഷ്യാവകാശ സംരക്ഷണം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി. ഇതിന്റെ ജില്ലാ പ്രവർത്തക സമിതി യോഗമാണ് കട്ടപ്പനയിൽ നടന്നത്. വർഷങ്ങൾക്ക് മുമ്പ് കട്ടപ്പനയിൽ കമ്മിറ്റിയുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇത് നിർജീവമായി. വീണ്ടും കമ്മിറ്റിയെ പുനർജീവിപ്പിച്ച പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജസ്റ്റിസ് P മോഹൻദാസ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഇത് നമ്മൾ അടിസ്ഥാനപരമായി നമ്മൾ ജീവിക്കാനുള്ള, ഞാൻ ഏറ്റവും ഒരു ഉദാഹരണം പറയാം. ജീവിക്കാനുള്ള അവകാശം ഏറ്റവും വലിയ അവകാശമാണ്.
ഒരു മനുഷ്യൻ്റെയും ജീവൻ എടുക്കാൻ ഒരാൾക്കും അധികാരമില്ല. അതുകൊണ്ടാണല്ലോ തെറ്റ് ചെയ്യുന്നു പറഞ്ഞ് പോലീസ് ഒരാളെ കസ്റ്റഡി എടുത്താൽ അപ്പോൾ നമ്മൾ ചോദ്യം ചെയ്യും. ആണെങ്കിലും അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ്റെ കസ്റ്റഡിയിൽ നിൽക്കാൻ പോലും പോലീസിന് അധികാരമില്ല. നോ പേഴ്സൺ ഷാൽ ബി കെപ്റ്റ് ഇൻ കസ്റ്റഡി അൺലെസ് ഹീസ് അക്യൂസ്ഡ് ഇൻ എ ക്രിമിനൽ കേസ്. ഒരു ക്രിമിനൽ കുറ്റം ചെയ്തു എന്ന ബോധ്യം വന്നാൽ മാത്രമേ അയാൾക്കെതിരെ കേസെടുക്കാവൂ. തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. സംസ്ഥാന ചെയർമാൻ ഷാനവാസ് മേത്തർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. അഖിലേന്ത്യാ വർക്കിംഗ് ചെയർമാൻ KU ഇബ്രാഹിം, സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ പ്രേംകുമാർ എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റായി ബിനു മാത്യുവിനെയും ജനറൽ സെക്രട്ടറിയായി ഡോക്ടർ സജീവ് ദാസിനെയും വൈസ് പ്രസിഡന്റായി രാജ ആന്റണിയെയും തെരഞ്ഞെടുത്തു. ബിനു മാത്യു, ഡോക്ടർ സജീവ് ദാസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. KPST കട്ടപ്പന ഉപജില്ലാ യാത്രയപ്പ് സമ്മേളനവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു. UDF ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി യോഗം ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ടീച്ചേഴ്സ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ സബ് ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ സ്കറിയ അധ്യക്ഷനായിരുന്നു. UDF ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി യോഗം ഉദ്ഘാടനം ചെയ്തു. ഒരു നേരിട്ട് സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ നാട്ടിലെ അധ്യാപകർ എന്ന് പറയുന്നത്. അപ്പോൾ ആ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും നാടിനെ സംബന്ധിച്ചും ശരിയായ ഒരു കാഴ്ചപ്പാടോടുകൂടി ഉള്ളവരായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. KPSTയെ അതിൻ്റെ നിരവധിയായ ക്യാമ്പുകളിലൂടെയും അതോടൊപ്പം തന്നെ പരിശീലന പരിപാടിയിലൂടെയും ഒക്കെ തങ്ങളുടെ അംഗങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ലക്ഷ്യബോധവും കാഴ്ചപ്പാടും ഉണ്ടാകണമെന്നുള്ള നിലയിൽ ആ അധ്യാപകരെയെല്ലാം വാർത്തെടുത്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത് എന്ന് പറയാൻ വളരെ അഭിമാനമുണ്ട്. കാരണം അത് ഒരു താൽപ്പര്യ സംരക്ഷണമോ അവകാശം നേടിയെടുക്കുന്നതിനോ അല്ലെങ്കിൽ ശമ്പള വർധനവിന് വേണ്ടിയിട്ടോ അങ്ങനെ അതിനോട് വേണ്ടിയിട്ട് മാത്രമൊന്നും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല. KPST മുൻ സംസ്ഥാന സെക്രട്ടറി VD എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജോർജ് ജേക്കബ്, സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ് കുട്ടി MV, സംസ്ഥാന കൗൺസിലർ ജോസ് K സെബാസ്റ്റ്യൻ, ജില്ലാ പ്രസിഡന്റ് ജോബിൻ K കളത്തിക്കാട്ടിൽ, കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് ആനന്ദ് A കോട്ടിരി, വെളയാങ്കുടി സെന്റ് ജെറോം സ്കൂൾ ഹെഡ്മിസ്ട്രസ് വിൻസി സെബാസ്റ്റ്യൻ, സബ് ജില്ലാ സെക്രട്ടറി റിജി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന സബ് ജില്ലയുടെ ഭാരവാഹികളായി ബിൻസ് ദേവസ്യ, റജി ജോർജ്, അമൽ ആന്റണി എന്നിവർ ചുമതലയേറ്റു. വണ്ടിപ്പെരിയാർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി യോഗം ചേർന്നു. പൂഞ്ഞാർ കോയിക്കൽ ദേവസ്വം സൂപ്രണ്ട് ശ്രീജിത്ത് വർമ്മ യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 22-ാം തീയതി മുതൽ 26-ാം തീയതി വരെയാണ് ശിവരാത്രി മഹോത്സവം ക്ഷേത്രത്തിൽ നടത്തുന്നത്. ഉത്സവത്തിന്റെ വിവിധ ദിവസങ്ങളിൽ വിവിധ പരിപാടികളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പരിപാടിക്ക് മുന്നോടിയായി ചേർന്ന അവസാനഘട്ട അവലോകന യോഗത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് KK രാജു അധ്യക്ഷനായിരുന്നു. ഈ വർഷത്തെ മഹാശിവരാത്രി പൂർവാധികം ഭംഗിയായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഭക്തജനങ്ങൾ മുൻകാലങ്ങളിൽ നൽകി വരുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങൾ നൽകുന്നതോടൊപ്പം ഇപ്രാവശ്യത്തെ ശിവരാത്രി മഹോത്സവം 2 ദിവസത്തേക്കാക്കിയിരിക്കുകയാണ്. വൈകിട്ട് രാവിലെ ശിവരാത്രിയുടെ അന്നത്തെ രാവിലത്തെ ഘോഷയാത്ര, അതുപോലെ തന്നെ അന്നദാനം, ആചാരാനുഷ്ഠാനങ്ങൾക്കൊന്നും ഒട്ടും കുറവ് വരുത്താതെയും ആഘോഷ പരിപാടികൾക്കൊന്നും ഒട്ടും കുറവ് വരുത്താതെയും ഭക്തജനങ്ങളുടെ എല്ലാവിധ സഹായത്തോടുകൂടി 2 ദിവസത്തെ ശിവരാത്രി മഹോത്സവം ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പൂഞ്ഞാർ കോയിക്കൽ ദേവസ്വം സൂപ്രണ്ട് ശ്രീജിത്ത് വർമ്മ യോഗം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി അനിമോൻ AT, ട്രഷറർ K ഗോപി, മാതൃസമിതി പ്രസിഡന്റ് ജയ ജിജി, സെക്രട്ടറി ധന്യ കാർത്തികേയൻ, ട്രഷറർ സ്മിത വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകളും യോഗത്തിൽ പങ്കെടുത്തു. ഉപ്പുതറ സൗത്ത് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് KJ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉപ്പുതറ സൗത്ത് റെസിഡൻസ് അസോസിയേഷന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും തൊടുപുഴ സ്മിത ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ ജനറൽ മെഡിസിൻ, കാർഡിയോളജി, ഓർത്തോ, മാമോഗ്രാം, ECG പരിശോധന, ബ്ലഡ് ഷുഗർ പരിശോധന, സൗജന്യ മെഡിസിൻ, ഓങ്കോളജി എന്നീ മേഖലകളിലെ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കിയിരുന്നു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് KJ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് നമ്മുടെ നാട്ടിലെ ആളുകളുടെ ആരോഗ്യ സംരക്ഷണവും അതുപോലെ രോഗനിർണയവും ഉറപ്പുവരുത്തുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തും നമുക്ക് ഒരുമിച്ച് സംയുക്തമായി ചെയ്യാമെന്ന് പറയുകയും അവർ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യുകയും ഏറ്റവും പ്രിയമുള്ള നമ്മുടെ സ്മിത മെമ്മോറിയലിലെ ഡോക്ടേഴ്സിനെയും അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫിനെയും ഒക്കെ വളരെ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടി ക്രമീകരണങ്ങളൊക്കെ ചെയ്യുകയുണ്ടായി. ഉപ്പുതറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന ക്യാമ്പിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ്
രാജരത്നം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പി വി ജോസ്, ഷിബു കെ തമ്പി, ജോൺ പി ജോൺ, ഷിനോജ് ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷീബ സത്യനാഥ്, സിനി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കട്ടപ്പന നഗരത്തെ വർണ്ണാഭമാക്കി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായ ഘോഷയാത്ര. ആയിരങ്ങളാണ് ഘോഷയാത്രയിൽ അണിനിരുന്നത്. 5 കരകളിൽ നിന്നുള്ളവർ ഇടുക്കിക്കവല ശ്രീ ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ സംഗമിച്ച ശേഷം അമ്പലക്കവല ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. ഘോഷയാത്രയ്ക്ക് മുന്നോടിയായി ക്ഷേത്രാങ്കണത്തിൽ രാഗസുധ മുല്ലക്കര അവതരിപ്പിച്ച സംഗീത കച്ചേരിയും അരങ്ങേറി. കട്ടപ്പനയുടെ ഉത്സവമാണ് അമ്പലക്കവല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രം തിരുനാൾ മഹോത്സവം. മഹാഘോഷയാത്രയ്ക്ക് മുന്നോടിയായി ക്ഷേത്രാങ്കണത്തിൽ രാഗസുധ മുല്ലക്കര അവതരിപ്പിച്ച സംഗീത കച്ചേരി അരങ്ങേറി. അഞ്ച് കരകളിൽ നിന്നുള്ളവർ ഘോഷയാത്രയായി ഇടുക്കിക്കവല ശ്രീ ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ സംഗമിച്ച ശേഷമാണ് മഹാഘോഷയാത്ര ആരംഭിച്ചത്. ശിവൻ, പാർവതി തുടങ്ങി ദേവീദേവന്മാരുടെ ഭീമൻ ഫ്ലോട്ടുകളായിരുന്നു മുഖ്യ ആകർഷണം. ഓരോ കരകളുടെയും വ്യത്യസ്ത ഫ്ലോട്ടുകൾ ഘോഷയാത്രയിൽ അണിനിരന്നു. ധ്യാന നിമജ്ജനായിരിക്കുന്ന മഹാദേവന്റെ അടുത്ത് അതീവ സുന്ദരിയായ ഒരു യുവതിയെ കണ്ട് പാർവതി കോപിഷ്ഠയായി. വിവിധ വേഷധാരികളും ഘോഷയാത്രയെ വർണ്ണാഭമാക്കി. ഘോഷയാത്രയിൽ ഒരുക്കിയ ഗജവീരന്റെ പ്രതിമ കാഴ്ചക്കാരിൽ പുത്തൻ അനുഭവം ഉണർത്തി. തൊട്ടുപിന്നാലെ തിടമ്പേറ്റിയെത്തിയ നെല്ലിക്കെട്ട് മഹാദേവൻ ഉത്സവപ്രേമികളിൽ ആവേശം നിറച്ചു. SNDP യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ, ക്ഷേത്രം പ്രസിഡന്റ് സന്തോഷ് ചാളനാട്, സെക്രട്ടറി PD ബിനു, വൈസ് പ്രസിഡന്റ് AN സാബു, തന്ത്രി MN ഗോപാലൻ, തന്ത്രികൾ മേൽശാന്തി MS ജഗദീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മൂന്നാറിൽ വാഹനങ്ങളെ വിടാതെ പിന്തുടർന്ന പടയപ്പ. കന്നിമലയിൽ പടയപ്പയുടെ ആക്രമണത്തിൽ 2 ബൈക്ക് യാത്രികർക്ക് പരിക്കേറ്റു. മാട്ടുപ്പെട്ടിയിൽ വഴിയോര കച്ചവട സ്ഥാപനം തകർത്തു. ചിന്നക്കനാൽ 301 കോളനിയിൽ ചക്കക്കൊമ്പൻ 2 വീടുകൾ തകർത്തു. വീട്ടമ്മയുടെ സ്വർണ്ണമാല കവർന്ന കേസിലെ പ്രതികളെ 24 മണിക്കൂറിനകം തൊടുപുഴ പോലീസ് പിടികൂടി. ആലപ്പുഴയിൽ നിന്ന് പിടിയിലായത് മണക്കാടിന് സമീപം തോട്ടിൽ കുളിച്ചുകൊണ്ടുനിന്ന വീട്ടമ്മയുടെ മാല കവർന്ന കേസിലെ പ്രതികളായ അനന്തു, അലൻ എന്നിവർ. ഇവരെ സ്ഥലത്തെത്തിച്ചു തെളിവെടുപ്പ് നടത്തി. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് റോഡ് ഉപരോധിച്ചു കോൺഗ്രസ്. ചിന്നക്കനാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൂര്യനെല്ലി ടൗണിൽ സംഘടിപ്പിച്ച സമരം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് C മുരുകപാണ്ഡി ഉദ്ഘാടനം ചെയ്തു. റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ തയ്യാറായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ദേശീയപാത ഉപരോധിക്കുമെന്ന നേതാക്കൾ. വേനൽ കടുത്ത സാഹചര്യത്തിലും വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം വണ്ടിപ്പെരിയാറിൽ ലക്ഷക്കണക്കിന് ലിറ്റർ ജലം പാഴാകുന്നു. പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നത് വണ്ടിപ്പെരിയാർ ടൗണിന്റെ വിവിധ പ്രദേശങ്ങളിൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.